ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്കേറ്റ തിരിച്ചടി വിശദീകരിക്കാനാകാതെ സംഘപരിവാർ നരേന്ദ്രമോദി അടക്കമുള്ളവരുടെ അഹങ്കാരമാണ് പരാജയ കാരണമെന്ന നിലപാടിൽ നിന്നും സംഘപരിവാർ സംഘടനകൾ മലക്കം മറിഞ്ഞു. അതേസമയം RSS അജണ്ടകൾക്കേറ്റ തിരിച്ചടിയാണെന്ന യാഥാർത്ഥ്യം അംഗീകരിക്കാനും തയ്യാറല്ല. ഇന്നലെ യു.പിയിൽ യോഗി ആദിത്യനാഥും RSS നേതാവ് മോഹൻ ഭാഗവതും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. വിവരങ്ങളുമായി സിബി ചേരുന്നുണ്ട്. സിബി, ഈ തോൽവി അല്ലെങ്കിൽ ഇത്രത്തോളം ഭൂരിപക്ഷം കുറഞ്ഞത് ബി.ജെ.പിയെ സംബന്ധിച്ച് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്, അവർ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇതിൽ ഇപ്പോഴും വ്യക്തമായ ഒരു വിശദീകരണം നൽകാൻ തയ്യാറാകുന്നുമില്ല. എന്താണ് അവർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്, അല്ലെങ്കിൽ പ്രതികരണമൊക്കെ ഏത് രീതിയിലാണ്? പ്രിയ, തീർച്ചയായും ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം ലഭിക്കാത്ത ബി.ജെ.പിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് 400 സീറ്റ് എന്ന പ്രഖ്യാപനവുമായി നരേന്ദ്രമോദി എല്ലാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും നിറഞ്ഞു നിന്നെങ്കിലും ഇതെല്ലാം തന്നെയും വലിയ തിരിച്ചടിയായി എന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് ബി.ജെ.പിക്കുള്ളത്. പക്ഷേ എന്ത് കാരണം കൊണ്ടാണ് ഈ ഒരു വലിയ തിരിച്ചടി ഉണ്ടായതെന്ന കാര്യത്തിൽ കൃത്യമായ ഒരു വിശദീകരണം നൽകാൻ വേണ്ടി കുഴയുകയാണ് സംഘപരിവാർ. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷമെല്ലാം നിലയും RSS നേതാക്കൾ മോഹൻ ഭാഗവത്തും ഇന്ദ്രേഷ് കുമാർ അടക്കമുള്ള RSS നേതാക്കൾ കഴിഞ്ഞ ദിവസം എല്ലാ നിലയും പരസ്യമായി പ്രതികരണം നടത്തിയത് നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കമുള്ള നേതാക്കളുടെ അഹങ്കാരമാണ്, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഒരു നേതൃപടവത്തിൽ മാത്രം ഊന്നിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് ഈ ഒരു വലിയ തിരിച്ചടിക്ക് കാരണമായതെന്നെല്ലാം നിന്നെയും പ്രസ്താവന ഇറക്കിയിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം പിന്നീട് വീണ്ടും നിലപാട് മാറ്റി തങ്ങൾ പറഞ്ഞത് ഉദ്ദേശിച്ചത് അതല്ല എന്ന രീതിയിലെല്ലാം നിന്നെയും വളച്ചൊടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. അതേസമയം തന്നെ RSSൻ്റെ കൃത്യമായ അജണ്ടകൾ, പ്രത്യേകിച്ച് ഹിന്ദുത്വ അജണ്ടകൾക്കെല്ലാം ഏറ്റവും ഒരു വലിയ തിരിച്ചടിയാണ് ഈ ഒരു ജനവികാരമെന്ന് ഒരിക്കലും സമ്മതിക്കാൻ കഴിയാത്തൊരു സാഹചര്യവും RSS സംബന്ധിച്ചുണ്ട്. അതെല്ലാം തന്നെയും വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇപ്പോൾ മോഹൻ ഭാഗവതും അതോടൊപ്പം തന്നെ ഇന്ദ്രേഷ് കുമാറെല്ലാം തന്നെ നടത്തിയ പ്രസ്താവന എന്നിപ്പോൾ മലക്കം മറിയുകയും ശ്രീരാമനെ അനുകൂലിച്ചവർക്ക് ഭരണം നേടാൻ കഴിഞ്ഞു, ശ്രീരാമനെ തള്ളിപ്പറഞ്ഞവർ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നു എന്ന രീതിയിലെല്ലാം തന്നെയും പിന്നീട് മാറ്റി പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇന്നലെ യു.പിയിലാണ് ഇവർക്ക് ഏറ്റവും വലിയൊരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. യു.പി ഇപ്പോഴും ആ ഒരു ഞെട്ടലിൽ യു.പിയിലെ ബി.ജെ.പി നേതൃത്വം മാറിയിട്ടില്ല. കാരണം 62 സീറ്റുണ്ടായിരുന്ന യു.പിയിൽ വെറും 33 സീറ്റിലേക്ക് ഒതുങ്ങേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. അയോധ്യ രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഫൈസാബാദ് മണ്ഡലം ഉൾപ്പെടെ എല്ലാ നിലയും വലിയ തിരിച്ചടി നേരിട്ട ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഏതായാലും ഇപ്പോൾ യു.പിയിൽ കഴിഞ്ഞ 3-4 ദിവസമായി അവിടെ കാര്യകർത്തവ് വികാസ് ക്യാമ്പ് പുരോഗമിക്കുകയാണ്. പ്രത്യേകിച്ച് RSS നടത്തുന്ന ക്യാമ്പാണ്. RSSൻ്റെ സംഘടനാ ബലം വർദ്ധിപ്പിക്കുക, അതോടൊപ്പം തന്നെ ശാഖകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്ന് തുടങ്ങിയ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ മോഹൻ ഭാഗവത് അവിടെ തമ്പടിച്ചുകൊണ്ട് കഴിഞ്ഞ 4 ദിവസമായി അവിടെ കാര്യകർത്തവ് സംഘ് പുരോഗമിക്കുകയാണ്. ഇതിനിടയിൽ മോഹൻ ഭാഗവത്തും യു.പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായി ഇന്നലെ 2 തവണ കൂടിക്കാഴ്ച നടത്തി. ഇന്നലെ രാത്രി 8:30ക്കാണ് ഏറ്റവും ഒടുവിൽ കൂടിക്കാഴ്ച നടത്തിയത്. ഏകദേശം അരമണിക്കൂറോളം ഈ അടച്ചിട്ട മുറിയിൽ കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതാണ് നമുക്ക് ദേശീയ മാധ്യമങ്ങൾ നൽകുന്ന വിവരം. എന്തായാലും യു.പിയിലേറ്റ വലിയ തിരിച്ചടി തന്നെയാണ് ഇതിന് ഏറ്റവും വലിയൊരു തിരിച്ചടിയായി ബി.ജെ.പി കാണുന്നത്. പ്രത്യേകിച്ച് അയോധ്യ രാമക്ഷേത്രം അടക്കമല്ലാതെ സ്ഥിതി ചെയ്യുന്ന യു.പിയിൽ ഇത്രയും വലിയ തിരിച്ചടി അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തായാലും ഇതടക്കമല്ല നിലയും ഈ ഒരു ഓരോ മണ്ഡലങ്ങളിലും, പ്രത്യേകിച്ച് പരാജയപ്പെട്ട ഓരോ മണ്ഡലങ്ങളിലും കൃത്യമായി ഇത്തരത്തിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇതിൽ പല ഇടത്തും ബി.ജെ.പിക്കുള്ളിൽ തന്നെയുള്ള ഭിന്നത എല്ലാം നിലയും മറം നീക്കി പുറത്തു വരുന്നുണ്ട്. പല MLA-മാരും അല്ലെങ്കിൽ ഈ പല മന്ത്രിമാരും, മണ്ഡലത്തിലുള്ള MLA-മാരും മന്ത്രിമാരും അടക്കമല്ല നിലയും പ്രചരണത്തിൽ നിന്ന് വിട്ടുനിന്നു അടക്കമുള്ള ആഭ്യന്തര കലഹം രൂക്ഷമാവുകയാണ് ബി.ജെ.പിക്കുള്ളിൽ. അതോടൊപ്പം തന്നെ മോദി ഫാക്ട് ഫലം കണ്ടില്ല എന്നെല്ലാം നിലയും അവിടെ വിലയിരുത്തുന്നു. അതോടൊപ്പം തന്നെ അയോധ്യ രാമക്ഷേത്രവും വലിയ ഒരു തരംഗം സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല എന്നെല്ലാം നിലയും യു.പിയിൽ വിലയിരുത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതെല്ലാം നിലയും RSS സംബന്ധിച്ചും വലിയ തിരിച്ചടിയാണ്. പ്രത്യേകിച്ച് ഹിന്ദുത്വ അജണ്ടയുമായി പോകുന്ന RSSനെ സംബന്ധിച്ചും അത് വലിയ തിരിച്ചടി തന്നെയാണ്. എന്തായാലും ഇനിയിപ്പോൾ ഈ കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ വാരണാസിയിലും ഗോരഖ്പൂരിലും കാൺപൂർ, അവധ് മേഖലകളിലാണ് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുമായി മുന്നോട്ട് പോകുന്നതും എന്തായാലും ഇതെല്ലാം തന്നെയും ഇന്നും ഈ ക്യാമ്പ് തുടരുകയും ചെയ്യും. എന്തായാലും ഇതിപ്പോൾ കൃത്യമായൊരു വിശദീകരണം നൽകാൻ കഴിയാതെ കുഴയുന്ന ഒരു സാഹചര്യമാണ് സംഘപരിവാറിനെ സംബന്ധിച്ചുള്ളത്. അതേസമയം തന്നെ ബി.ജെ.പി നേതൃത്വത്തെ പൂർണ്ണമായും തള്ളിക്കളയാനാകുകയില്ലായും ചെയ്യും. അതോടൊപ്പം തന്നെ ഈ RSSൻ്റെ അജണ്ടകൾ കേറ്റ തിരിച്ചടിയാണെന്ന് സമ്മതിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടി ഈ സംഘപരിവാർ സംഘടനയ്ക്കുള്ളിൽ ഉണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ കുഴപ്പിക്കുന്നത്. എന്തായാലും വലിയ തിരിച്ചടി യു.പിയിലടക്കം നേരിട്ടു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിൻ്റെ ഞെട്ടിൽ തന്നെയാണ് ബി.ജെ.പി ഇപ്പോഴും ഉള്ളത്. എന്തായാലും ഇനിയിപ്പോൾ കേന്ദ്ര നേതൃത്വം, അതായത് ദേശീയ തലത്തിൽ പോലും ഇപ്പോൾ JP നദ്ദ കേന്ദ്രമന്ത്രിയായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ദേശീയ നേതൃത്വത്തിൽ പോലും വലിയ അഴിച്ചുപണി വേണ്ടിവരും, സംഘടന തലത്തിൽ അഴിച്ചുപണി വേണ്ടിവരും. അതുകൂടാതെ ഇനിയിപ്പോൾ BJP RSS സംയുക്തമായ യോഗം നടക്കാൻ പോവുകയാണ്. അത് ഒരുപക്ഷെ കേരളത്തിൽ
യോഗത്തിലാണെന്നുള്ള വിവരവും പുറത്തുവരുന്നു. കേരളത്തിൽ പാലക്കാടായിരിക്കും ഈ ഒരു BJPയുടെയും RSSൻ്റെയും ഒരു സംയുക്തമായ യോഗം ചേരാൻ പോകുന്നത്. അത് ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 2 വരെയായിരിക്കും എന്നുള്ളതും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ ഒരു യോഗത്തിൽ മോഹൻ ഭാഗവത് അടക്കമുള്ള നേതാക്കൾ, BL സന്തോഷ് അടക്കമുള്ള നേതാക്കളെല്ലാം തന്നെയും പങ്കെടുക്കുകയും ചെയ്യും. എന്തായാലും ഇനിയിപ്പോൾ ശക്തമായ രീതിയിൽ സംഘടനാ തലത്തിൽ പോലും അഴിച്ചുപണിക്ക് ഒരുങ്ങുകയാണ് BJP. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് RSSും BJPയും ഇപ്പോൾ സംയുക്തമായി പുരോഗമിക്കുന്നത്. പ്രിയ, ശരി, എന്തായാലും തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി അതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തമായൊരു വിശദീകരണം നൽകാൻ BJPക്ക് സംഘപരിവാറിന് സാധിക്കുന്നില്ല. ഈ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം തന്നെയാണ് അവരെ കാത്തിരുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഭൂരിപക്ഷം പലയിടത്തും ഒരുപാട് കുറഞ്ഞു. പ്രതീക്ഷിക്കാത്ത നേതാക്കന്മാരൊക്കെ തോൽവി നേരിട്ടറിയുന്നു. മാത്രമല്ല പലയിടത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ഭൂരിപക്ഷം ഒരു ഘട്ടത്തിൽ കുറയുന്ന സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു രീതിയിലേക്ക് പോയിരുന്നു. എന്തായാലും ഇതിനെക്കുറിച്ചൊക്കെ എന്താണ് ഇവർക്ക് പറയാനുള്ളത്, അവരുടെ വിശദീകരണം എന്താണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും വ്യക്തമായ രീതിയിൽ കാര്യങ്ങൾ പറയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. സിബിയാണ് വിവരങ്ങൾ നൽകിയത്.